ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ പടയൊരുക്കം. ജനവിശ്വാസം വീണ്ടെടുക്കാൻ മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ഗാഡി ഏസൻകോട്ട് ആവശ്യപ്പെട്ടു. ചെങ്കടലിൽ US കപ്പലിന് നേരെ ഹൂത്തികൾ വീണ്ടും ആക്രമണം നടത്തി. ഗസയിൽ മരണം 24,620. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,00,000 കടക്കുകയാണ്. പ്രത്യാക്രമണങ്ങൾ അതുപോലെ തന്നെ തുടരുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ എന്താണ്? ഈ ഹൂത്തി ആക്രമണം തന്നെയാണോ നമുക്ക് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അമൃത, ഇസ്രായേലിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനമായ വാർത്താ വികാസങ്ങൾ സംഭവിക്കുന്നത്. ഇസ്രായേലിലെ യുദ്ധകാല ക്യാബിനറ്റ് മന്ത്രി തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കടുത്ത രൂപത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. യുദ്ധകാല ക്യാബിനറ്റിലെ വകുപ്പില്ലാ മന്ത്രി ഗാദി ഏസൻകോട്ടാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ മന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് പ്രകാരം ഒക്ടോബർ 7 ഹമാസ് മിന്നലാക്രമണത്തിലെ പ്രധാന പ്രതി എന്ന് തന്നെ അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ സ്ഥാനമൊഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിന് വിധേയനാകണം. ജനങ്ങൾക്ക്, ഇസ്രായേലി ജനതയ്ക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടമായിരിക്കുന്നു. ഇസ്രായേലിൽ വിശ്വാസം ആർജിക്കാൻ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം IDF-ന്റെ മുൻ ഉദ്യോഗസ്ഥനാണ്, മുൻ സേനാ ഉദ്യോഗസ്ഥനാണ്. സേനാ ഉദ്യോഗസ്ഥനിൽ നിന്നും രാഷ്ട്രീയക്കാരനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് പ്രകാരം ഒരു എൻചബി മോഡൽ ബന്ദിമോചനം അസാധ്യമാണ് ഗസയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എൻചബി മോഡൽ എന്ന് പറയുന്നത് ഉഗാണ്ടയിൽ മുമ്പ് ഫലസ്തീനികൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഫ്രഞ്ച് വിമാനം തട്ടിക്കൊണ്ടുപോയി ഉഗാണ്ടയിലെ എൻചബി വിമാനത്താവളത്തിൽ ഇറക്കിയ സംഭവമാണ്. ഈ സംഭവത്തിൽ ഒരു നേരിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണ് ഇസ്രായേലി വംശജരെ ഇസ്രായേൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇത്തരത്തിലൊരു ഓപ്പറേഷൻ അസാധ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ ലക്ഷ്യം തന്നെ സാധിക്കില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഈ തരത്തിലാണ് ഇസ്രായേലിൽ വലിയ തോതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പടയൊരുക്കം നടക്കുന്നത്. മാത്രമല്ല, വിവിധ ചെറു പാർട്ടികളും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഈ നിമിഷം മുന്നോട്ട് വരുന്നുണ്ട്. ലേബർ പാർട്ടി, യെഷ് അദീദ് തുടങ്ങിയ പാർട്ടികളും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തെ ഉടൻ മറിച്ചിടുക ഏറെക്കുറെ അസാധ്യമാണ്. കാരണം 61 വോട്ടുകളാണ്, 61 അംഗങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ ഇസ്രായേലി പാർലമെന്റിലുള്ളത്. 64 അംഗങ്ങളുടെ ഭൂരിപക്ഷം ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. ഇതേസമയം ഗസയിൽ വലിയ തോതിൽ ആക്രമണം തുടരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. തെക്കൻ ഗസയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നത്. റഫയിലും ഖാൻ യൂനിസിലും വലിയ ആക്രമണം നടക്കുന്നു. ഖാൻ യൂനിസിൽ അൽ നാസർ ആശുപത്രി പരിസരമാണ് ഇസ്രായേൽ വലിയ തോതിൽ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെ ആയിരങ്ങൾ അഭയം തേടിയിട്ടുണ്ട്. യുദ്ധസമയത്ത് ഒരു ആശുപത്രി പരിസരം സുരക്ഷിത കേന്ദ്രമായി കണ്ട് അഭയം തേടിയവർക്ക് മേലെയാണ് ഇസ്രായേൽ വലിയ തോതിൽ ബോംബുകൾ പ്രയോഗിക്കുന്നത്. ആശുപത്രികളിലടക്കം വലിയ തരത്തിലുള്ള അക്രമമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സ്വാലിം, മറ്റൊരു കാര്യം, ഈ ഹമാസ് ഇസ്രായേൽ ധാരണ പ്രകാരം മരുന്നുകളുമായി വാഹനങ്ങൾ റഫാ അതിർത്തി വഴി കടന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഗസയിലെ ജനങ്ങൾക്ക് മതിയായ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെയാണ് ഗസയിലേക്ക് റഫ അതിർത്തി വഴി 5 ട്രക്കുകൾ മരുന്നുകളുമായി പ്രവേശിച്ചത്. ഈ ട്രക്കുകൾ പ്രവേശിക്കുന്ന സമയത്തും ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം റഫയിൽ നടത്തുന്നത് കണ്ടിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ UN-ന്റെ അടക്കം നേതൃത്വത്തിൽ മരുന്നെത്തിയപ്പോൾ അത് വേണ്ട വിധത്തിൽ എത്തിക്കാൻ, വടക്കൻ പ്രദേശത്തേക്ക് മരുന്നെത്തിക്കാൻ സാധ്യമായിരുന്നില്ല. ഇസ്രായേൽ അത് തടയുകയായിരുന്നു. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഗസയിലുള്ളത്. അന്താരാഷ്ട്ര ഏജൻസികളടക്കം വിവിധ രാജ്യങ്ങളടക്കം മരുന്നും ഭക്ഷണവും എത്തിക്കുമ്പോൾ അത് അർഹരിലേക്ക് എത്താതിരിക്കാൻ ഇസ്രായേൽ പണിപ്പെടുന്നു എന്ന് വേണം നമുക്ക് ഈ നിമിഷം പറയാൻ. മറ്റൊന്നുള്ളത് ചെങ്കടലിലെ ആക്രമണങ്ങളാണ്. ചെങ്കടലിൽ ഇപ്പോഴും ഹൂത്തികൾ അവരുടെ ആക്രമണം തുടരുകയാണ് എന്നത് വളരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5ാമത് തവണയും US ഈ ഹൂത്തികളുടെ ആക്രമണശേഷി തകർക്കുന്നതിന് വേണ്ടി അവരുടെ മിസൈൽ വിക്ഷേപണ തറകളടക്കം തകർത്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഹൂത്തികൾ ചെങ്കടലിലേക്ക് ആക്രമണം തുടരുകയാണ്. ഏറ്റവും അവസാനമായി ആക്രമിച്ചിരിക്കുന്നത് US-ന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രീക്ക് സ്വകാര്യ കമ്പനിയുടെ ഒരു നിയന്ത്രണത്തിലുള്ള കപ്പലാണ് ഏറ്റവും അവസാനമായി ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഹൂത്തികളുടെ ആക്രമണം ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെ സിറിയയിൽ നിന്നടക്കം വിവിധ ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിടുന്ന
സാഹചര്യമുണ്ട്. ഗോലാൻ ഹൈറ്റ്സിലാണ്, ഗോലാൻ കുന്നുകളിലാണ് ഏറ്റവും ഒടുവിലായി സിറിയയിൽ നിന്ന് ആക്രമണമുണ്ടായത്. ഇത് വിജന പ്രദേശത്താണ് പതിച്ചത്. അമൃത.